ദുഃഖത്തിൽ നിന്നും പുറത്തു കടക്കാൻ വഴി എന്താണ്? അതാണ് 14-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും. നമുക്ക് നരകവർണ്ണനയുണ്ട് 26-ാം അധ്യായത്തില്. അപ്പൊ പൊതുവെ നമ്മുടെ ഹിന്ദു മതത്തില് ഇതര മതത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് നരകം, സ്വർഗം എന്ന വാക്കുകൾക്ക്. ഭാഗവതത്തിൽ നരകവും സ്വർഗവും പറയുന്നത് സ്ഥലങ്ങളായിട്ടല്ല, അത് അനുഭവങ്ങളായിട്ടാണ്. എന്തായിട്ടാണ്? അനുഭവങ്ങളാണ്. അപ്പൊ നരകവും സ്വർഗവും പുറത്തല്ല, നരകവും സ്വർഗവും ഇവിടെ തന്നെയാണ്, നമ്മുടെ മനസ്സിൽ തന്നെയാണ്. അതാണ് ഉള്ളൂർ പാടിയത്, തനിക്കുതാനെ പണിവതുനാകം നരകവും അതുപോലെ. നമ്മൾ ഈ കാര്യത്തിൽ കൃഷ്ണൻ പറഞ്ഞതനുസരിക്കണം. വേണ്ടേ? വേണ്ടയോ? കൃഷ്ണൻ സ്വർഗത്തെയും നരകത്തെയും നിർവചിച്ചിട്ടുണ്ട്. ആര്? അത് കൃഷ്ണന്റെ നിർവചനമല്ല, ഭാരത ഋഷിവര്യന്മാരുടെ നിർവചനമാണ്. കൃഷ്ണൻ നരകത്തെ നിർവചിച്ചിരിക്കുന്നത് എവിടെയായിട്ടാണ്? എന്താണ് നരകം? മനസ്സിലാക്കിയിട്ടുണ്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ കേട്ടില്ല പറഞ്ഞാൽ ഞാനത് പറയാം. കൃഷ്ണൻ നരകത്തെയും സ്വർഗത്തെയും നിർവചിച്ചിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ഇല്ലയോ? കേട്ടിട്ടില്ല. ആരുടെങ്കിലും കയ്യിൽ സെക്കൻഡ് വോള്യം ഉണ്ടോ ഭാഗവതം? 2ാമത്തെ വോള്യം ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്, എടുക്കൂ. ഭാഗവതത്തിലെ സെക്കൻഡ് വോള്യത്തില് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാനാണ്. ആരുടെങ്കിലും കയ്യിലുണ്ടോ? ഉണ്ട്. 11-ാം സ്കന്ധം എടുക്കുക. 11-ൽ 16-ാം അധ്യായം എടുക്കുക. അവിടെ ഉദ്ധവരുമായിട്ടുള്ള കൃഷ്ണന്റെ സംവാദം 11-ൽ 16. ആരുടെങ്കിലും കയ്യിലുണ്ടോ പുസ്തകം? ഒന്ന് കൺഫേം ചെയ്യും. ഞാൻ പറയുന്ന ശ്ലോകം കറക്റ്റ് ആണോ? 11-ൽ 16. ഉദ്ധവര് ഒരു കൂട്ടം ചോദ്യം ചോദിക്കുന്നുണ്ട്. കുറേ ചോദ്യങ്ങള്. അതില് അവസാന ഭാഗത്ത് 42-ഉം 43-ഉം ശ്ലോകങ്ങള്. 16 ആണോ 18 ആണോ എന്നുള്ളത് നോക്കണം. ഉദ്ധവര് ചോദിക്കുന്നുണ്ട്, ക നരക ക സ്വർഗ. അപ്പൊ എന്താണ് സ്വർഗമെന്നും എന്താണ് നരകമെന്നും? അപ്പൊ അവിടെ ഉദ്ധവർക്ക് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 42-ഉം 43-ലാണ് പറയുന്നുണ്ട്, സ്വർഗം എന്ന് പറയുന്നത് സ്വർഗ സത്വഗുണോദയ. സ്വർഗം എന്ന് പറയുന്നത് സത്വഗുണോദയ. അപ്പൊ സ്വർഗ സത്വഗുണോദയ 16-ലാണോ അത്? 19-ാം അധ്യായം. സോറി, 19 16-ലല്ല 19-ൽ. കറക്റ്റാണ്. 19-ൽ 42-ാം ശ്ലോകം. സ്വർഗസത്വഗുണോദയ എന്നൊരു വാക്ക്. കുറേ ചോദ്യങ്ങളാണ് ഉദ്ധവര് ചോദിക്കുന്നത്. അതിനൊരു ഉത്തരം ഇതാണ്. എന്താണ് സ്വർഗം എന്ന് ചോദിച്ചതിന് കൃഷ്ണൻ ഉത്തരം പറയാണ്, സത്വഗുണോദയ. സത്വം മനസ്സിൽ ഉദിക്കുന്നതാണ് സ്വർഗം. നരകമോ തമ ഉന്നാഹം. തമോ ഗുണം മനസ്സിൽ കൂടുന്നതാണ് നരകം. അപ്പൊ ഇതെവിടെയാണ് ഈ തമോ ഗുണവും സത്വഗുണമൊക്കെ? പറയൂ. അപ്പൊ ഇതൊരു സ്ഥലമാണോ അതോ ഇതെല്ലാം മാനസിക അവസ്ഥയാണോ? ഇത് മനസ്സിലാക്കണം. ഇതര മതങ്ങൾക്ക് സ്വർഗവും നരകവും ആകാശത്തിനപ്പുറത്ത് ഒരു സ്ഥലമാണ്. നമുക്കിതെല്ലാം ജീവിതത്തിൽ ഇവിടെ തന്നെയുള്ള മാനസിക അവസ്ഥകളാണ്. ഒരാള് നരകത്തിൽ ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കാലമല്ല. നിങ്ങളുടെ മനസ്സ് തമോ ഗുണമുള്ളതാണെങ്കിൽ നിങ്ങൾ ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചേ പറ്റുള്ളൂ. ഒരാൾ ദുരിതവും ദുഃഖവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ തമോ ഗുണമാണ് മനസ്സിൽ സ്വാധീനിച്ചിരിക്കുന്നത് എന്നർത്ഥം. ഏതാണ്? തമോ ഗുണം. അവര് നരകത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ എന്താ പല കുട്ടികളും ജീവിതത്തിൽ വളരെയധികം ഭർത്താവിന്റെ വീട്ടിൽ പീഡനം, ഇവിടെ പീഡനം, അത് ഇപ്പൊ കാണുന്നുണ്ടല്ലോ. രാഷ്ട്രീയം മുഴുവൻ ഇപ്പോഴത്തെ TV ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പോലും പീഡിപ്പിച്ചു എന്നുള്ളതല്ലേ പറയണത്.
എല്ലാം പീഡനത്തിന്റെ കഥകളാണ്. ഒന്നുകിൽ മാനസികമായിട്ട് പല രീതിയിൽ, അല്ലേ? ആണോ? ഇപ്പൊ ചിലര് നരകം അനുഭവിക്കുന്നു. എന്നെ ഇങ്ങനെ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു, എന്നെ അങ്ങനെ ഉപദ്രവിച്ചു. ഇപ്പൊ സജീവാണ് നമ്മുടെ TV ചാനൽ ഈ നരകത്തിന്റെ കാര്യത്തിൽ. എല്ലാവരും നരകമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ മനസ്സ് മുഴുവൻ വിഷമത്തിലും വേദനയിലും ദുഃഖത്തിലും നിൽക്കുന്നതിന് കാരണം, മറ്റൊരാൾക്ക് നമ്മളെ വേദനിപ്പിക്കാൻ സാധിക്കുന്നതിന് കാരണം, മനസ്സ് ദുർബലമായാൽ അത് ദുരിതങ്ങളിൽ നിന്നും പുറത്തു കടക്കൽ അത്ര പറയൂ എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് തമോ ഗുണം നിറഞ്ഞ മനസ്സിൽ നരകമിരിക്കും. ഇത് പഠിക്കണം. എന്താണ്? തമോ ഗുണം നിറഞ്ഞൊരു മനസ്സിൽ എന്തുണ്ടാവും? നരകമുണ്ടാവും. എന്നാൽ സത്വഗുണമുള്ള മനസ്സിലോ ഉറക്കെ പറയൂ, സ്വർഗമുണ്ടാവും. അപ്പൊ സത്വഗുണം എന്ന് പറയുന്നത് എന്താണ്? വെളിച്ചമാണ്, തെളിച്ചമാണ്. അപ്പൊ മനസ്സിൽ തെളിച്ചവും വെളിച്ചവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? സത്വഗുണത്തിലേക്ക് എത്തിക്കാൻ മനസ്സിനെ ഉയർത്തണം. നോക്കൂ, ശ്രദ്ധിക്കൂ. ഇതാണ് ഭാരത ഋഷിവര്യന്മാര് പറയുന്നത്. ഐൻസ്റ്റീൻ പറയുന്നു, യു കനോട്ട് ഡിസ്ട്രോയ് എനർജി ആൻഡ് യു കനോട്ട് ക്രിയേറ്റ് എനർജി, ബട്ട് യു ക്യാൻ ട്രാൻസ്ഫോം എനർജി. എനിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനോടൊക്കെ ഉള്ള ഒരു വലിയ മതിപ്പ്. ഞാൻ അങ്ങനെ ഒരു ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്ന ആളല്ല. കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള യുക്തിയും ചിന്തയ്ക്കുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഭഗവാനോട് മതിപ്പ്. സോ സയന്റിഫിക്കലി ജീവിതത്തെ കൃഷ്ണൻ പ്രൂവ് ചെയ്ത് പറഞ്ഞു തന്നിട്ട് 14-ാം അധ്യായം ഗീതയിൽ 20-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, 14:20 ഗീത. അതായത് ഒരു ജീവിതത്തിൽ ദുഃഖങ്ങളൊക്കെ ഉള്ളവരാവട്ടെ നിങ്ങൾ, ഡോണ്ട് വറി. ഇപ്പം പല ദുഃഖങ്ങളും നിങ്ങളെ അലട്ടുന്നുണ്ടാവായിരിക്കും, ഡോണ്ട് വറി. മനസ്സിലായില്ലേ? ഹൂ കെയേഴ്സ് എന്നല്ല, ഡോണ്ട് വറി. ഈ ഹൂ കെയേഴ്സ് എന്നൊക്കെ ചില നേതാക്കന്മാര് പറഞ്ഞുകൊണ്ട് അവർ പെട്ടുപോയത്. ഇപ്പോഴത്തെ വാക്കതാണ് ഹൂ കെയേഴ്സ് എന്ന്. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു പക്ഷേ, ഞാൻ പറയുന്നത് പലർക്കും പിടിയിട്ടില്ല. ഞാനിപ്പോ പറയുന്നത് ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ് ആണ്. ഇപ്പോഴത്തെ എന്താണ് നമ്മുടെ ചാനൽ ഡിസ്കഷനാണ്. ഞാൻ ഈ TV ഒന്നും കാണില്ല കേട്ടോ, ഉള്ളതും കൂടി പറയാലോ. ഞാൻ എൻ്റെ ന്യൂസൊക്കെ എൻ്റെ മൊബൈലിൽ വരുന്ന അപ്ഡേറ്റ്സുകളാണ്, അല്ലാതെ വേറെ പരിപാടികളൊന്നുമില്ല. പക്ഷെ എനിക്ക് അപ്ഡേറ്റ് എൻ്റെ ബ്രെയിനിൽ കിട്ടും. അത് പോട്ടെ. എന്താ പറഞ്ഞത്? ഇപ്പം എന്തെങ്കിലും ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ ഉള്ളവരാവട്ടെ, ഡോണ്ട് വറി. എന്താ പറയേണ്ടത്? ഡോണ്ട് വറി. ഇനി എന്ത് ചെയ്യണം? അതിൽ നിന്നും മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കണം. ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങൾ എവിടെയോ പോയി അന്ധമായി പ്രാർത്ഥിച്ച് സമയം കളയരുത്. ചിലവർക്ക് അങ്ങനെ അന്ധവിശ്വാസം വരികയാണ്. അതാണ് പോയി ജ്യോത്സ്യരടുത്തൊക്കെ നോക്കി വിഷമങ്ങൾ വന്നാൽ എന്ത് ദുരിതാണോ പോവാത്തത്, എന്ത് കഷ്ടകാലാണോ പോവാത്തതെന്നും പറഞ്ഞ് അങ്ങനെ ഓടി നടക്കും, അല്ലേ? അപ്പൊ അതൊക്കെ നോക്കിക്കോളൂ നിങ്ങൾ. കാരണം നിങ്ങളുടെ സമയമൊക്കെ നിങ്ങൾ അറിഞ്ഞോളൂ. പക്ഷേ ദുരിതങ്ങളും ദുഃഖങ്ങളും മാറ്റാൻ ഒരു ശക്തിക്കും പറയൂ സാധ്യമല്ല. അതുകൊണ്ട് ഒരാള് ജ്യോത്സ്യരെടുത്ത് പോയി അപ്പം പറഞ്ഞു, നിങ്ങൾക്കിപ്പോ നല്ല സമയമല്ല, മോശമാണ്, കണ്ടകശനി തലയിൽ കയറി പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, വീട്ടിലാ പ്രശ്നം, ഇതൊക്കെ കൂടി കേട്ടപ്പോൾ ഒക്കെ കുറെ പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇനി എത്ര കാലം ഇത് അനുഭവിക്കണം? എത്ര കാലം അനുഭവിക്കണം എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. കാരണം 1.5 വർഷം കൂടി അങ്ങക്ക് ഇത് കടന്നു പോയേ പറ്റുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാലോ പിന്നെ അത് ശീലായിക്കൊള്ളുന്നു. കാരണം നിങ്ങളുടെ സ്വഭാവം വെച്ചിട്ട് അങ്ങ് ഈ മാനസികാവസ്ഥയിൽ നിന്ന് ഉയരാൻ പോകുന്നില്ല. അപ്പം ദുഃഖത്തിൽ നിന്നും പുറത്തു കടക്കാൻ വഴി എന്താണ്? അതാണ് 14-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, ഗുണാൻ ഏതാൻ അധീത്യത്രീ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മ ദുഃഖ ജരാ ദുഃഖൈ വിമുക്തോ അമൃതമശ്നുതേന. അല്ലേ? കണ്ടു ശ്ലോകം? എന്താ പറയണത്? ഗുണാൻ അധീത്യ. പറയൂ ആ വാക്കൊന്ന്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഗുണത്തിൽ നിന്നും മറ്റൊരു ഗുണത്തിലേക്ക്. ഉറുമ്പിന്റെ കാര്യം പറഞ്ഞില്ലേ? നമുക്ക് നമ്മളെ
പരിവർത്തനം വരുത്തിയെടുക്കാം ഒരു ഗുണത്തിൽ നിന്നും. അപ്പൊ ഏത് തമോ ഗുണമുള്ളവനെയും പ്രയത്നം കൊണ്ട് എവിടേക്ക് എത്തിക്കാം? തമോ ഗുണം ഇല്ലാതെയാക്കാൻ പറ്റില്ല, പക്ഷെ തമോ ഗുണത്തെ ഏതാക്കി മാറ്റാം. അപ്പൊ നോക്കൂ, സ്വർഗം സൃഷ്ടിക്കാൻ കഴിയുന്നവരല്ലേ നമ്മള്? ആണോ? അപ്പൊ എന്തുകൊണ്ടാണ് പലരുടെ ജീവിതവും ദുരിതവും ദുഃഖവും അനുഭവിക്കുന്നത്? അവരവരുടെ തമോ മണ്ഡലത്തെ മാറ്റാൻ തയ്യാറാവുന്നില്ല. അവരത് തന്നെ അയവിറക്കി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ അങ്ങനെ പറയുന്നു, ഇവങ്ങനെ പറയുന്നു, അതിങ്ങനെ അതാ പറഞ്ഞിരിക്കുകയാണ്. പറഞ്ഞോളൂ, അവോളം അനുഭവിച്ചോളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഋഷിവര്യന്മാർക്ക് നമ്മളോട് ഒരു കരുണയില്ലാത്തത്. അയാൾ നോക്കൂ, ഗീതയിലെ 1-ാം അധ്യായം, അർജുനൻ ബന്ധുക്കളെയൊക്കെ കണ്ട് ആകെ പകച്ച് കയ്യിൽ നിന്ന് അല്ലേ ഗാന്ധീവൊക്കെ വീണ് കരഞ്ഞ, കൃഷ്ണ എന്നെ കൊണ്ട് എന്തിനാണ് ഈ ഘോര കർമ്മം? എന്തിനെന്റെ ഗുരുവിനെ കൊല്ലണം? എന്തിന് പിതാമഹനെ കൊല്ലിക്കണം? ആ പറയുന്ന വികാരങ്ങളൊക്കെ കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന. ഞാൻ ആരാധിക്കുന്ന, ഞാൻ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന സംപൂജിതരായ ഈ ഗുരുജനങ്ങളെ കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർക്കാവരിസൂദന. അത്ര ആദരണീയരായ അവരെ നെഞ്ചത്ത് ഞാൻ എങ്ങനെ അമ്പെയ്യും കൃഷ്ണ? ഇതൊക്കെ പറഞ്ഞ് കരയുന്ന അർജുനനോട് കൃഷ്ണൻ പറയുന്ന എന്താ അറിയാം? ക്ലൈഭ്യം മാസ്മകമപ്പാർത്ഥാനൈതത്വയുവപദ്ധ്യതേന്ന്. ആണും പെണ്ണും കെട്ട വർത്തമാനം പറയരുത് എന്നാണ്. ക്ലൈഭ്യം എന്ന് പറഞ്ഞാൽ, ക്ലിബൻ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും കെട്ടവന്റെ വർത്തമാനം പറയരുത് എന്ന്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തവുത്തിഷ്ട പരന്തവ. മനസ്സിലായില്ലേ? നമ്മുടെ ഋഷിവര്യന്മാർക്ക് നമ്മളോട് അങ്ങനെയുള്ള ഒരു ദീനതയുടെ അനുകമ്പ ഇല്ല. നമ്മുടെ ഋഷിവര്യന്മാര് നമ്മുടെ പുറത്തു തട്ടി ഉണർത്തിക്കൊണ്ട് പറയുകയാണ്, കരഞ്ഞിരിക്കാനല്ല വന്നത്, അനുഷ്ഠാനത്തിലൂടെ കരകയറാൻ നോക്കൂ. അല്ലാതെ ദൈവം വന്ന് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊന്നും പറയൂ പരിഹരിക്കില്ല. കൃഷ്ണനാണെങ്കിൽ കരയുന്നവനെ കരകയറ്റും. ഏതാ വേണ്ടത്? കരയുന്നവനെ കരകയറ്റും കൃഷ്ണൻ. അതിന് മെനക്കെടണം, പണിയെടുക്കണം. കാരണം അവനവന്റെ ക്ഷമത്തിൽ നിന്നും കരകയറാൻ ആർക്കേ പറ്റുള്ളൂ. ഈ ബോധ്യം എത്ര പേർക്ക് വന്നിട്ടുണ്ട്? നിങ്ങൾക്കിതൊന്നും വന്നിട്ടില്ല. 101% വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ? എത്ര പേർക്ക് വന്നിട്ടുണ്ട്? ഞാൻ ചോദിക്കുമ്പോൾ നുണ പറയരുതേ, സത്യമേ പറയാവൂ. സത്യമേ പറയാവൂ. നിങ്ങൾ പല സമയത്തും തിരുമേനിയോടും പല ആളോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? എനിക്കല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എത്ര പേര് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്? പറഞ്ഞിട്ടില്ലേ? അതെന്നെ വിവരക്കേട് എന്ന് പറയുന്നത്. ഇതെന്നെ വിവരക്കേട്. ആരും നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചത് കൊണ്ടും നിങ്ങളുടെ ദുഃഖം മാറ്റാൻ പറ്റില്ല. നിങ്ങളുടെ ദുഃഖം മാർക്കേ പറ്റുള്ളൂ. അവനവന്റെ ദുഃഖത്തെ മറ്റൊരാൾക്ക് പ്രാർത്ഥിച്ച് മാറ്റാൻ പറ്റുമോ? മനസ്സിലായില്ലേ? അവനവന്റെ ദുഃഖത്തെ മാറ്റാൻ ആർക്കേ പറ്റുള്ളൂ. അപ്പൊ പ്രാർത്ഥിക്കുകയാണോ വേണ്ട, അവനവൻ പ്രവർത്തിക്കുക അഥവാ പരിശീലിക്കുക, അതാണോ വേണ്ടത്? പറയൂ. പ്രവർത്തിക്കുകയല്ലേ വേണ്ടത്? ഏത് വ്യക്തിക്കും നരകത്തിൽ നിന്നും അവനവനെ നരകത്തിൽ നിന്നും കരകേറ്റീടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. അതിനെന്ത് വേണം? വലിയൊരു കാട്ടിൽ അകപ്പെട്ടേനാകം വഴിയും കാണാതെ ഉഴലുമ്പോൾ വഴിയിൽ നേർവഴി. ആ നേർവഴി കാണിച്ചു തന്നാ മതി. നമ്മൾ തന്നെ നടക്കണം. ആ വഴി കണ്ടാ മതി നമുക്ക്. അപ്പൊ പ്രയത്നിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? അപ്പം നരകം
ആർക്കാണുള്ളത്? ഒരനുഷ്ഠാനവും കൊണ്ട് നടക്കാത്തവർക്ക് എന്തേ ഉള്ളൂ? നരകമേ ഉള്ളൂ. ആരുണ്ടാക്കി നരകം? തനിക്ക് താനേ പണിവതു നാഗം. നരകവും അതുപോലെ. ആരുണ്ടാക്കി നരകം? ആരുണ്ടാക്കി? നമ്മളുണ്ടാക്കി. നിങ്ങൾ അങ്ങനെയാണോ പറയുക? നിങ്ങൾ കാരണം എൻ്റെ ജീവിതം നരകായി എന്നാ പറയുക. അങ്ങനെയൊക്കെ പറയുന്നവരെ കേട്ടിട്ടില്ല? മറ്റുള്ളവർ കാരണം ജീവിതം നരകായി എന്ന് പറയുന്നവരില്ല? പറയില്ലേ? അപ്പൊ മറ്റുള്ളവർ കാരണമാണോ ജീവിതം നരകാവുന്നത്? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ആര് കാരണമാണ് നരകാവുന്നത്? പറയൂ. ഇതിനാണ് ഭട്ടതിരിപ്പാടിന്റെയൊക്കെ നാരായണീയൊക്കെ പഠിക്കേണ്ടത്. നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറയും, വാതരോഗത്തിന്റെ തീവ്രമായ വേദന ആലോചിച്ച് നോക്കൂ. അന്നത്തെ കാലത്തുള്ള വൈദ്യന്മാരൊക്കെ നോക്കിയിട്ടും ശുശ്രൂഷിച്ച് മാറ്റാൻ പറ്റിയില്ല. അതും ചില ആർത്രൈറ്റീസ് ഉണ്ട്, ഭയങ്കര സിവിയർ പെയിൻ ഉള്ളത്. ഭട്ടതിരിപ്പാടിന് അതാ പെട്ടത്. അങ്ങനെയുള്ള ഒരു ക്രോണിക് പെയിൻ ഉള്ള ആർത്രൈറ്റീസ്, അത്രയും സിവിയർ പെയിൻ. ആ പെയിൻ അങ്ങനെ കയറിക്കഴിഞ്ഞാൽ ചിലവർക്ക് അങ്ങനെയുള്ള വേദനാത്മകമായ ചില രോഗങ്ങൾ വന്നാൽ എളുപ്പമല്ല അതിന്ന് പുറത്തു കിടക്കാൻ, നരകം തന്നെയാണ് അല്ലേ? അവസാനം ഇദ്ദേഹത്തിന്റെ അമ്മായിയപ്പൻ പറഞ്ഞു, അച്യുത പിഷാരടി പറഞ്ഞു, എന്തിനാ മേൽപ്പത്തൂരെ ഇവിടെ കടന്ന് നരകിക്കുന്നത്? ഗുരുവായൂരപ്പനെ ഒന്ന് ഭജിച്ചു നോക്കൂ, ഈ നരകം കാരണം എന്നും പറഞ്ഞ്. ഭട്ടതിരിപ്പാടിന്റെ ജീവിതത്തിൽ, മേൽപ്പത്തൂരിന്റെ ജീവിതത്തിൽ 2 അടിയാണ് കിട്ടുന്നത്. ഒന്ന്, അദ്ദേഹം അച്യുത പിഷാരടിയുടെ മരുമകളെയാണ് കല്യാണം കഴിക്കുന്നത്. കാരണം അച്യുത പിഷാരടിക്ക് മക്കളുണ്ടായിരുന്നില്ലേ ഗുരുവിന്. അപ്പൊ ഈ ഗുരുഭക്തി മരിച്ചപ്പം അച്യുത പിഷാരടി ഒറ്റപ്പെട്ടു. അപ്പൊ ഈ പെങ്ങളുടെ മകളെ കൊണ്ടുവരികയാണ് കൂടെ താമസിക്കാനും. പെങ്ങളും മരിച്ചുപോയി. അച്യുത പിഷാരടിയുടെ പെങ്ങളും പോയി. അങ്ങനെ അവരുടെ മകളെ കൊണ്ടുവന്ന് അവര് വീട്ടില് അമ്മയുടെ ഭാര്യയുടെ കൂടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതിന്റെ ഇടയിൽ ഭാര്യയും മരിച്ചു. അപ്പൊ പിന്നെ അച്യുത പിഷാരടിയുടെ ജീവിതത്തിൽ ആരുമില്ല. അപ്പൊ അദ്ദേഹത്തെ നോക്കാൻ അദ്ദേഹത്തിന്റെ മകളെ പോലെയുള്ള മരുമകളെ ഞാൻ കല്യാണം കഴിക്കാം എന്നൊരു തീരുമാനം മേൽപ്പത്തൂരെടുത്തു. ആ മേൽപ്പത്തൂരിന്റെ ഒരു ജീവിതം നോക്കൂ. ഈ പെൺകുട്ടി ഗർഭിണിയായി ഓൾമോസ്റ്റ് കുളിക്കാൻ വെള്ളത്തിൽ പോയപ്പം അത് തലചുറ്റി വീണു. വെള്ളത്തിൽ വീണിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മരിക്കുന്നത്. ആ ഒരു ദുരന്തം അദ്ദേഹത്തിനെ അടികിട്ടി. അത് കഴിഞ്ഞ് ഗുരുവിന് അസുഖം വന്നു. ഗുരുവിനെ ശുശ്രൂഷിച്ച് ഇദ്ദേഹവും രോഗിയായി. 40-46 വയസ്സേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ ഈ രോഗം വന്ന് പെട്ടു മനുഷ്യന്. അങ്ങനെ ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാതെ വന്നപ്പോഴാണ് ഗുരുവായൂരിൽ വന്ന് ഭജിക്കുന്നത്. അങ്ങനെ ഗുരുവായൂരിൽ വന്ന് ഭജിച്ച്, അന്ന് ഇത്രയൊന്നും തിരക്കില്ലല്ലോ. അപ്പൊ അവിടെ അങ്ങനെ ആ തടപ്പള്ളി ഭാഗത്ത് ഒരു ഭാഗത്തിരുന്നാൽ ശ്രീകോവിലിന്റെ ചടങ്ങുകളൊക്കെ കാണാൻ പറ്റും അവിടെ നടക്കുന്നത്. അവിടുത്തെ അഭിഷേകവും അവിടുത്തെ അലങ്കാരമൊക്കെ കാണുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് കൃഷ്ണൻ ഗുരുവിന്റെ രൂപത്തിൽ കാണാൻ പറ്റിയെന്നാണ്. അപ്പൊ ഗുരുവിന്റെ രൂപത്തിൽ വന്ന് ഇദ്ദേഹത്തോട് പറയുകയാണ്, മേൽപ്പത്തൂരെ, അവിടുന്ന് സംസ്കൃതം അറിയാലോ, ആ സംസ്കൃത കാവ്യത്തില് അങ്ങക്ക് എന്തുകൊണ്ട് ആ ഭാഗവതത്തെ ഒന്ന് മനോഹരമായിട്ട്, ഒന്ന് സുന്ദരമായിട്ട്, ലളിതമായിട്ട്, മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് രചിച്ചുകൂടെ? അങ്ങനെയാണ് ഈ 18,000 ശ്ലോകമുള്ള ഭാഗവതത്തെ 1032 ശ്ലോകങ്ങളിലേക്ക് രചിക്കാൻ അദ്ദേഹത്തിന് പ്രേരണ വന്നത്. അപ്പൊ അതിനൊരു പ്രചോദനം കിട്ടിയത് എന്താന്ന് വെച്ചാൽ, ഇദ്ദേഹം ആ രചനയിലേക്ക് മുഴുകുമ്പോൾ തന്നെ ആ രചനയിലുള്ള ഇദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആ ഒരു ലയം കൊണ്ട് വാതരോഗത്തിന്റെ വേദന മറന്നുപോയി. അങ്ങനെ അദ്ദേഹം വേദന മറന്ന് ഒരു 100 ദശകം എഴുതിയപ്പോഴേക്കും കംപ്ലീറ്റ് വേദന വിട്ടുപോയി. അത് പറയുന്ന ഒരു ശ്ലോകമുണ്ട് നാരായണീയത്തില്. 3-ാം ദശകത്തിൽ 8-ാം ശ്ലോകം നാരായണീയത്തിൽ അദ്ദേഹം പറയും, പ്രഭൂതാദിവ്യാദിപ്രസവജലിതേ മാമകൃതി
ത്വദീയം ത്വദ്രൂപം പരസുഖചിദ്രൂപമുദിയൽ ഉദഞ്ചൽ രോമാഞ്ചോ ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാഹം ദുരുപമപീഡാ വൈഭവൻ. എന്താ പറയണത്? ഭഗവാനോട് പറയാണ്, ഞാൻ ഈ ഗുരുവായൂരിൽ വരുമ്പോ പ്രഭൂത ആദിവ്യാധി, ഈ പ്രഭൂതം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റാത്ത അത്രയും ഒരു വല്ലാത്തൊരു വ്യാധി എന്നെ പിടികൂടിയിട്ട് പ്രസവചലിതേ മാമകൃതി, എന്റെ മനസ്സങ്ങനെ കൃഷ്ണ തകർന്നു പോയിരുന്നു. വേദന കൊണ്ട് അസഹനീയ വേദന, നരകം എന്ന് പറഞ്ഞാൽ നരകം. പക്ഷെ ത്വദീയം ത്വദ്രൂപം, മനസ്സ് ആ രൂപത്തിലേക്ക്, ആ ഗുരുവിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴോ, അവിടുത്തെ ഒരു അനുഗ്രഹം കിട്ടിയപ്പോഴോ, ഞാൻ യഥാ വിസ്മര്യാഹം ദുരുപമ പീഡ, എന്റെ പീഡകളെ ഞാൻ വിസ്മര്യാഹം എന്ന് പറഞ്ഞാൽ അർത്ഥാവില്ലേ? എന്റെ വേദനകളൊക്കെ ഞാൻ ഇപ്പൊ എന്താ എന്റെ മനസ്സിൽ പരമസുഖചിദ്രൂപമുദിയൽ, പരമസുഖം എന്റെ മനസ്സിൽ തോന്നുക. അങ്ങനെ ഒരു പരമസുഖം വന്നപ്പോഴോ ഉദഞ്ചൽ രോമാഞ്ചോ, സന്തോഷം കൊണ്ട് രോമാഞ്ചൊക്കെ വന്ന് ബഹുഹർഷാശ്രുനിവഹോ, എന്റെ കണ്ണിൽ നിന്നും നേരത്തെ വേദനയുടെ കണ്ണീരായിരുന്നു, ഇപ്പോൾ ആനന്ദത്തിന്റെ കണ്ണീര് പൊഴിക്കാൻ തുടങ്ങി. അപ്പൊ എന്തായി? നരകത്തെ എന്താക്കി മാറ്റി? സ്വർഗമാക്കി മാറ്റി. അപ്പൊ നോക്കൂ, മനസ്സുകൊണ്ട് പണിയെടുത്താൽ നരകത്തെയും സ്വർഗമാക്കാൻ പറ്റും. ഒന്ന് പറയൂ എല്ലാവരും. അനുഷ്ഠാനം കൊണ്ട് പണിയെടുക്കുക എന്നുള്ളത് നമ്മുടെ നാടൻ ഭാഷ. അനുഷ്ഠാനം കൊണ്ട് നരകത്തെ സ്വർഗമാക്കാൻ കഴിയുന്നവരാണ് ഈ ഇരിക്കുന്നവരൊക്കെ. അങ്ങനെ വേണോ? എന്ത് വേണം? അതിപ്പോ ചരട് കെട്ടിയാൽ കിട്ടില്ല. അത് ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് കിട്ടില്ല. ആര് തന്നെ മെനക്കെടണം? തീരുമാനായോ? നന്നായി. മനുഷ്യൻ പണിയെടുത്താൽ രക്ഷപ്പെടാൻ പറ്റും. എന്തൊരു നല്ല പുസ്തകമാണ് എഴുതിയിരിക്കുന്നത് നോക്കൂ നിങ്ങള്. ആർക്ക് വേണമെങ്കിലും ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. അതിനുള്ളൊരു സ്വാതന്ത്ര്യവും ശക്തിയും കഴിവും സാമർഥ്യവും ബുദ്ധിയും തന്നിട്ടാണ് നമ്മൾ വിട്ടിരിക്കുന്നത്. പക്ഷെ ചിലവരുടെ കൂനിട്ട് സ്വഭാവം കാരണം ആ ഒരു ദുഃഖ ദുരിതത്തിൽ നിന്ന് ഒരടി അവര് മാറാൻ തയ്യാറില്ല. അമ്മാവാ തല്ലണ്ട, നന്നാവില്ല. എന്താ നോക്കൂ നിങ്ങള്, വാശി തന്നെ. എന്നെ നന്നാക്കാൻ നോക്കണ്ട, ഒരുവിധം എല്ലാ വീട്ടിലും പറയുന്ന വാക്കാണ് ഇല്ലേ? എന്താ പറയാ? നീ നന്നാക്കാൻ നോക്കണ്ട. ആരോടാ പറയാ എനിക്കറിയില്ല. നീ എന്നെ നന്നാക്കാൻ നോക്കണ്ട, നീ അങ്ങോട്ട് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇങ്ങനെ എല്ലാവരും വാശിയിലാണ്. ഞാനല്ല നന്നാവേണ്ടത്, നീ നന്നായാ മതി. അപ്പൊ മറ്റേ ആളാണെങ്കിലോ, എന്നാ നിങ്ങളെ നന്നാക്കിയിട്ടേ ഞാൻ വിടുള്ളൂ എന്ന്. അങ്ങനെ എന്നോടാണോ കളി? ഈ തരത്തിലുള്ള വാശിയും വിഷമവും ഒക്കെ കൊണ്ട് നടന്ന് ആര് നന്നാക്കുന്നു? അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, മറ്റുള്ളവര് നന്നായോ നന്നായില്ലേ നമുക്കറിയില്ല. പക്ഷെ അവനവനെ അനുഷ്ഠാനത്തിലൂടെ ഉയർത്തിയെടുത്താൽ നരകത്തിന്റെ വേദന കുറയ്ക്കാം.